Bharat Interface for Money BIM app was developed by NPCA to bring in dash. Options are A. Financial inclusion, B. Reduce NPI, C. Supporting industrial credit, D. Anti-Money Laundering Act. അപ്പോൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? BIM ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് NPCA ആണ്, പക്ഷേ അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് BIM ആപ്പ് ഡെവലപ്പ് ചെയ്തത് ആരാണ്, പിന്നെ BIM-ന്റെ ഫുൾ ഫോം എന്താണത്? ഭാരത് ഇന്റർഫേസ് ഫോർ മണി ആണ്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് NPCA ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് A. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഒട്ടുമിക്ക ബാങ്കുകളും കുറേയധികം സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? റൂറൽ പുവറിന് വേണ്ടിയിട്ട്, പാവപ്പെട്ട ഗ്രാമവാസികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരിലേക്ക് ബാങ്കിങ് സിസ്റ്റം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം എത്തിക്കാൻ വേണ്ടിയിട്ട് ഒട്ടനവധി സ്കീമുകൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അത് ആ വേർഡ് കേട്ട് പേടിക്കേണ്ട. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, എല്ലാവരിലേക്കും ബാങ്കിങ് സിസ്റ്റം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം എത്തിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ സ്കീമുകൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ BIM ആപ്പും നമ്മുടെ NPCA ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ BIM ആപ്പ് ഡെവലപ്പ് ചെയ്തത് ആരാണ്? NPCA ആണ്. എന്തിൻ്റെ ഭാഗമായിട്ട്? നമ്മുടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട്. NPCA അറിയാലോ, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നമ്മുടെ RBI തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. റീറ്റെയിൽ പേയ്മെൻറ്റ്സിനും സെറ്റിൽമെൻറ്റ് സിസ്റ്റത്തിനും വേണ്ടിയിട്ട് RBIയുടെ ചെറിയൊരു സ്പെഷ്യലൈസ്ഡ് ഡിവിഷനാണ് NPCA എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ BIM എന്ന് പറയുന്നത് എന്നാണ് അത് ലോഞ്ച് ചെയ്തത്? December 30, 2016 എന്നാണ്. December 30, 2016. ഇതൊക്കെ പഠിക്കുക. ബാങ്കിങ് എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ ഇവിടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ.